സാരംഗിപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള പ്രദേശം അത് കൂടുതൽ നഗര കേന്ദ്രീകൃതമാകുന്ന ഇടങ്ങളുണ്ട്. അവിടെയാണ് ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നത്, ക്യാൻറ്റീനുകളുടെ പ്രവർത്തനം താളം തെറ്റുന്നത്, IT പാർക്കുകൾ ഉണ്ട്, വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ പാചകവാതക ലഭ്യതക്കുറവ് നഗരപ്രദേശങ്ങളെ ബാധിക്കുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടൽ മേഖലയാണ് പ്രധാനമായും ബാധിച്ചത്. അതിൽ കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് 40 വർഷത്തോളമായി ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഉടമ തന്നെ നമ്മോട് പ്രതികരിക്കും. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ആറ്റുകാല് പൊങ്കാലാന്ന് 2 സിലിണ്ടർ കിട്ടി. അതിനെ കുറച്ച് വെച്ചിട്ട് കാപ്പി മാത്രം ഉണ്ടാക്കി, സാമ്പാറും കുമ്മന്തി മാത്രം റെഡിയാക്കി, ഇഡ്ഡലി റെഡിമെയ്ഡായിട്ടുള്ള മാത്രമേ റെഡിയാക്കുന്നുണ്ട്. അല്ലാതെ ദോശകൾ കത്തിക്കാനോ ബൂരയെടുപ്പ് കത്തിക്കാനോ ചായ അടുപ്പ് കത്തിക്കാനോ ആണെങ്കിൽ ഒറ്റ ദിവസം ആ സിലിണ്ടർ തീരും. ആ സിലിണ്ടർ കൊണ്ട് ഇന്ന് ഉച്ച വരെ ഉള്ളത് ഇത്ര നേരം ഉണ്ടായിരുന്നു. സാർ ഒന്ന് കാണാൻ ചായ അടുപ്പ് അണച്ചിട്ടിരിക്കുകയാണ്. സാറ് കണ്ടല്ലോ, ദോശ നിർത്തി, അപ്പോൾ ഒന്നുമില്ല കൊടുക്കാൻ. ഒരു കാലാവസ്ഥ അങ്ങനെ ഇതിനെ നീണ്ടുപോയാൽ ഞങ്ങൾ ജീവിക്കാനുള്ള മാർഗമില്ല. ഇത് ഉപയോഗിച്ചാണ് എൻ്റെ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയാണ് അവിടെ ജോലിക്കാരെ ആരില്ല, എല്ലാം പറഞ്ഞ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ എങ്ങനെയാ ഇത് നീണ്ടുപോവോ എങ്ങനെയാണെന്ന് ഉച്ച എത്ര ജോലിക്കാരുണ്ടായിരുന്നു ഇവിടെ? നേരത്തെ 3 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ പയ്യുണ്ട്, അവൻ ഇന്ന് പോകും. പക്ഷെ ജോലിയില്ല, ജോലിയില്ല. ഗ്യാസ് ഉണ്ടെങ്കിലല്ലേ ജോലി ചെയ്യാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവ് മാത്രം റെഡിയാക്കി വെച്ചിരിക്കുന്നു. വിറകടുപ്പ് അങ്ങനെ എന്തെങ്കിലും? വിറകടുപ്പ് വയ്ക്കാനുള്ള സൗകര്യം ഇതിനകത്തില്ല. ഈ സെഡാണ്, കത്തിച്ചാൽ എല്ലാം കൂടി കത്തിക്കും. പിന്നെ പൊല്യൂഷൻ പ്രശ്നവും കൂടി ഉണ്ട്. തൊട്ടടുത്തുള്ള കടയിലൊക്കെ കംപ്ലൈന്റ് ചെയ്താൽ കാർപ്പറേഷൻ അരിശയിൽ വെച്ച് പോകും. അതുകൊണ്ട് ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ അടുത്ത് ഇല്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അങ്ങനെയാണ് അഭിലാഷ്, ഈ ഒരു പ്രതിസന്ധി വലിയ രീതിയിൽ വ്യാപിക്കുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം വിറകടുപ്പിലേക്ക് മാറുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എല്ലാവർക്കും. കാരണം നഗരപ്രദേശങ്ങളിലടക്കം വിറകടുപ്പിലുള്ള സാഹചര്യം ഉണ്ടാകില്ല. മാത്രമല്ല ഗ്യാസിൽ ഈ ഒരു പാചകം ചെയ്ത് പരിശീലിച്ചിട്ടുള്ള പുതിയ തലമുറയിലെ പാചകക്കാർക്ക് പെട്ടെന്ന് വിറകടുപ്പിലേക്കും മറ്റും മാറുമ്പോൾ അത് അത്ര എളുപ്പമല്ല. കാരണം ഹോട്ടൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ രുചികരമായിരിക്കണം, എന്നാൽ മാത്രമേ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ഐറ്റമുകളിലേക്ക് കുറയുമ്പോൾ പോലും ആ ഒരു രുചികരമല്ലാത്ത ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് വ്യവസായത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് PGs, അതായത് ഈ കോർപ്പറേറ്റ് മേഖലകളിലും പിന്നെ ടെക്നോ പാർക്കിലടക്കമുള്ള ജീവനക്കാർ താമസിക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാണ്. ഭക്ഷണവും ഒപ്പം താമസവും അടക്കം നൽകിക്കൊണ്ടാണ്. അവിടങ്ങളിലും ഈ ഗ്യാസിന്റെ ലഭ്യതക്കുറവ് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹോട്ടൽ മേഖലയും കാറ്ററിംഗ് മേഖലയും കഴിഞ്ഞ ദിവസം അടക്കം പ്രതികരണം വന്നായിരുന്നു. ഇഫ്താർ, അതായത് റമദാൻ ആണ് ഇപ്പോൾ, ആ സമയത്ത് ഇഫ്താർ സംഘടിപ്പിക്കും വിവിധ മേഖലകളിൽ. അവിടെ അടക്കം ബുക്ക് ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു ഇഫ്താർ നടത്താൻ പറ്റാത്ത സാഹചര്യം. ഒപ്പം തന്നെ കല്യാണ ഓർഡറുകൾ അടക്കം മുടങ്ങിപ്പോകാനുള്ള സാഹചര്യം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ ഒരു പ്രതിസന്ധി. കാരണം ഗ്യാസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കമ്മോഡിറ്റി ആണെങ്കിൽ പോലും അത് സമൂഹത്തിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അടക്കം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം, അതിന് ലഭ്യതക്കുറവുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് എന്നത് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ ഒരു പ്രതിസന്ധി വലുതാകും. മാത്രമല്ല ഹോട്ടലുകൾ അടച്ചിടുന്നതോടുകൂടി വലിയ രീതിയിൽ ഈ ജീവനക്കാരുടെ ലഭ്യതക്കുറവ്, ഒപ്പം ഈ ഒരു മേഖല അടച്ചിടുന്നതോടുകൂടി മറ്റ് മേഖലകളെയും ഇത് പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങും. അതോടുകൂടി ഇത് ഇന്ത്യയെ നേരിട്ട് യുദ്ധം തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതിനു മുൻപ് കേന്ദ്ര സർക്കാരിന്റെ അടക്കം ഒരു ഇടപെടലില്ല എങ്കിൽ അത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അഭിലാഷ്, എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ഒരു നഗര കേന്ദ്രീകൃതമാകുന്ന ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ LPG ലഭ്യതക്കുറവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്, വ്യാവസായിക തലസ്ഥാനമായിട്ടുള്ള കൊച്ചി. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടം, ഒരു മെട്രോ നഗരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് കൊച്ചി തന്നെയാണ്. അവിടെ എടുത്തു പറയേണ്ടത് നവമി, ഒരുപാട് വ്യവസായ ശാലകൾ ഉള്ള ഇടം ആണ്, ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടം ആണ്. അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവ് പൊതുവിൽ ഈ വ്യാവസായിക തലസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കൊച്ചിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് ഇപ്പോൾ? അഭിലാഷ്, കൊച്ചിയിലും പല ഹോട്ടലുകളും അടച്ചു പൂട്ടിയ ഒരു നിലയിലാണ്. പലതും അടച്ചു പൂട്ടലിന്റെ വക്കലാണ്. പ്രത്യേകിച്ച് ഈ തട്ടുകടകൾ, രാത്രി പ്രവർത്തിക്കുന്ന തട്ടുകടകളിലൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സമൃദ്ധി ഹോട്ടലിലാണ്. നമുക്കറിയാം, കൊച്ചിക്കാരെ സംബന്ധിച്ച വലിയ ആശ്വാസമാണ് അവർക്ക് സമൃദ്ധി. കുറഞ്ഞ ചിലവിൽ വളരെ വിഭവസമൃദ്ധമായ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ഇടമാണ് സമൃദ്ധി. 20 രൂപയ്ക്ക് ഊണ്, അതിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും. നോൺ വെജ്
വെജ് വിഭവം ഉണ്ടാകും. അവിടെ വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ് സമൃദ്ധി. അല്പസമയം മുമ്പാണ് മേയറടക്കം ഇവിടെ എത്തി അതിനുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അവിടെ ചേച്ചിമാരൊക്കെ വിറകടുപ്പിൽ പാകം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സമൃദ്ധിയും ഈ ഒരു ഗ്യാസ് പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആന്റണി പൈനതുറയും ഒപ്പം കൗൺസിലർ അരിസ്റ്റോട്ടലും ചേരുന്നുണ്ട്. ഇവിടെ വലിയ പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമൃദ്ധി ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ സമൃദ്ധിയിൽ ഒരു ദിവസം 25-30 ഗ്യാസ് സിലിണ്ടറാണ് വേണ്ടിയിരുന്നത്. അത് കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ ഇന്നലെ മുതൽ വളരെ ടൈറ്റായി. അപ്പോൾ ഞങ്ങൾ ചോറ് മാത്രം സ്റ്റീമറിൽ വെച്ചിട്ട് ഗ്യാസ് ഉപയോഗിച്ച് വെക്കുന്നു. ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും നേരെ വിറകടുപ്പിലേക്ക് മാറ്റുകയാണ്. വിറകടുപ്പിലെ തന്നെ വിഷയങ്ങളുണ്ട്. കാരണം വിറക് ആദ്യമേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ധാരാളം വിറക് കിട്ടാൻ സാധ്യതകൾ പറഞ്ഞു. പക്ഷേ ഈ പ്രതിസന്ധി രൂക്ഷമാകുന്നതോടെ വിറകിൻ്റെ ലഭ്യത പോലും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ കൊരട്ടിയിൽ നിന്നാണ് ഇന്നത്തെ ആദ്യത്തെ ലോഡ് വിറക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് പ്രവർത്തനം ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു സിറ്റി പ്രദേശത്തെ സ്ഥലപരിമിതി കൊണ്ട് ഇങ്ങനെ കത്തിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഹോട്ടലുകാർക്കൊക്കെ വിറക് ഉപയോഗിച്ച് തീ കത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വിറക് വരാനുള്ള സാധ്യതകളും കുറയും. പക്ഷേ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുടക്ക് വരാത്ത വിധത്തിൽ. കാരണം ഞങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കും തോറും കൂടുകയാണ്. കാരണം മറ്റ് ഹോട്ടൽ അടഞ്ഞു പോകുന്നതുകൊണ്ട് ഇവിടെ ആളുകൾ കൂടി വരുന്നു. ഇന്നലെയും ഇന്നുമൊക്കെ ആളുകൾ കൂടുതലാണ് ഉപയോഗത്തിനായിട്ട് വരുന്നത്. ഒത്തിരി ആളുകൾ കടന്നു വരികയാണ്. ഒരു കാരണവശാലും ആളുകളെ മടക്കി വിടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഐറ്റംസിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അല്ലേ താൽക്കാലികമായി? അതെ, നോൺ വെജ് ഐറ്റംസ് ആണ് കുറവ് വരുത്തിയിരിക്കുന്നത്. മറ്റേ 20 രൂപയുടെ ഊണിൽ യാതൊരുവിധ കുറവും വരുത്താതെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിലൊരു കുറവും വരുത്തില്ല. പകരം നോൺ വെജ് ഐറ്റംസ് കുറച്ച് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. കൗൺസിലർ അരിസ്റ്റോട്ടിൽ കൂടി ചേരുന്നുണ്ട്. ഡിവിഷനിൽ എങ്ങനെയാണ് ആളുകൾ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിസന്ധി പറഞ്ഞു തുടങ്ങിയോ? സ്വാഭാവികമായും വീടുകളിൽ ഗ്യാസിൻ്റെ ദൗർലഭ്യത ഉണ്ടാകുമ്പോൾ ആളുകൾ സമൃദ്ധിയെ സമീപിക്കുകയാണ്. അപ്പോൾ സമൃദ്ധിയിലുണ്ടായിരുന്ന എണ്ണം വളരെയധികം വർദ്ധിക്കുകയാണ്. സമൃദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടി സഹിക്കേണ്ടി വരികയാണ്. നേരത്തെ 3000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 6000-ലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.